ഹായ്. അതായത് നമ്മൾക്ക് ഈ ബന്ധങ്ങളിൽ നമ്മളുടെ മനസ്സ് നമ്മളെ പെടുത്തുന്ന ഒരു ഭാഗമാണ് ഈ സംശയം. അതായത് അവർ നമ്മളോട് എത്രത്തോളം സ്നേഹത്തോടെ പെരുമാറിക്കഴിഞ്ഞാലും എത്രത്തോളം നമ്മളെ കെയർ ചെയ്താലും നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടാവും. ഇവർ ശരിക്കും എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ശരിക്കും എന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ അവർ എന്താ പറയുക, ഒരു തെറ്റായ ഒരു ലക്ഷ്യത്തോടു കൂടി ഒരു ഉദ്ദേശത്തിലാണോ അവർ ഞാനുമായിട്ട് അടുക്കുന്നത്? അവരെ കാണിക്കുന്ന ഈ സ്നേഹവും കെയറിങ്ങും ഒക്കെ ശരിക്കും ഉള്ളതാണോ എന്നൊക്കെയുള്ളൊരു സംശയം നമ്മളുടെ ഉള്ളിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. ഓക്കെ, അത് നമ്മളുടെ ഉള്ളിൽ നമുക്കറിയാവുന്ന ഒരു കാര്യം, ഈ സമൂഹം എന്ന് പറയുന്നത് കുറേ ഫേക്കായിട്ടുള്ള ആൾക്കാരൊക്കെ ഉള്ള അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. സോ എന്തായാലും മനസ്സ് ആ രീതിയിലുള്ളൊരു സംശയം നമ്മളുടെ ഉള്ളിൽ എന്തായാലും ജനിപ്പിക്കും. പക്ഷേ ഈവൻ അവർ ഇനി നല്ലതാണോ ചീത്തയാണോ എന്നൊന്നും നമുക്ക് ചിലപ്പോൾ അറിയാനും പറ്റില്ല. പക്ഷെ ശരിക്കും നമ്മളത് അറിയേണ്ട ആവശ്യമുണ്ടോ? കാരണം ഒരാൾ നമ്മളോട് വന്നിട്ട് സ്നേഹത്തോടെ പെരുമാറുകയാണ്, നമ്മൾ ആ ഒരു കാര്യം മാത്രം നമ്മൾ എടുത്താൽ പോരെ. അല്ലാതെ അവരുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്, അവരുടെ ഉള്ളിൽ അമൃതാണോ വിഷമാണോ എന്നൊക്കെയുള്ളത് നമ്മൾ ചിന്തിച്ച് പോകേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അവരുടെ ഉള്ളിൽ, നമ്മളായിട്ട് അടുക്കുന്ന ആ വ്യക്തിയുടെ ഉള്ളിൽ ഇവൻ വിഷമാണെങ്കിൽ, അവരെന്തെങ്കിലും തെറ്റായ ഉദ്ദേശത്തോടു കൂടിയാണ് ഞാനുമായിട്ട് അടുക്കുന്നതെങ്കിൽ അവർ നശിക്കത്തേ ഉള്ളൂ. കാരണം ആ വിഷം അവരുടെ ഉള്ളിൽ അവർ കൊണ്ടു നടക്കുന്നിടത്തോളം കാലം അവർ നശിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി അതല്ല അവരുടെ നന്മയാണ് അവരുടെ ഉള്ളിലുള്ളതെങ്കിൽ അവർ പ്രോഗ്രസ് ചെയ്യും. അത് കംപ്ലീറ്റ്ലി അവരെയാണ് അത് കണക്ട് ചെയ്യുന്നത്, അവരെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. നമ്മളത് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരിക്കലും ഒരു ബന്ധത്തിൽ മറ്റുള്ളവരുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അവർ നല്ല രീതിയിൽ നമ്മളോട് പെരുമാറുന്നതെങ്കിൽ ഓക്കെ, നമ്മൾ നല്ല രീതിയിൽ പെരുമാറും, അല്ലേ? അവരുടെ ഉള്ളിൽ എന്താണെന്നുള്ളത് അവർ തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കിയിട്ട് അവരുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകണമെങ്കിൽ ഉള്ളിലുള്ള വിഷം എടുത്ത് കളഞ്ഞ് അവിടെ നന്മ കൊണ്ടുവരുക. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, നമ്മളുടെ ഉള്ളിൽ എന്താണ് നടക്കുന്നത്, നമ്മളൊരു കാര്യം നമ്മൾ മറ്റുള്ളവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പം നമ്മളുടെ ഉള്ളിൽ എന്താണ്, അത് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. എൻ്റെ ഉള്ളിൽ കള്ളത്തരവും വഞ്ചനയും ദേഷ്യവും വെറുപ്പൊക്കെ ആണെങ്കിൽ എന്തായാലും ഞാൻ നശിക്കും. അതുകൊണ്ട് തന്നെ വേറെ ആരും എന്നെ കൊല്ലേണ്ട ആവശ്യമില്ല. കാരണം ഇതുകൊണ്ട് തന്നെ ഞാൻ വല്ല രോഗങ്ങളൊക്കെ വന്ന് ഞാൻ നശിക്കും. അപ്പോൾ അവനവൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കുക, അവനവൻ്റെ ഉള്ളിൽ ശ്രദ്ധിച്ചിട്ട് മനസ്സിലാക്കുക എന്താണ് എൻ്റെ ഉള്ളിൽ ഉള്ളത്. അത് നന്മയാണെങ്കിൽ എന്തായാലും നന്മയുണ്ട്, നന്മയുള്ളത് കൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. അതുപോലെ നമ്മുടെ മനസ്സ് ഇതുവരെ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മളുടെ ഉള്ളിൽ ആഗ്രഹങ്ങളൊക്കെ വെച്ചിട്ട് കുറേ തിന്മയും ഉണ്ടാവാം. ആ തിന്മയെ എടുത്തു കളഞ്ഞിട്ട് ഈ നന്മയെ നമ്മൾ വളർത്തുന്നിടത്തോളം കാലം നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ സംഭവിക്കും, നമ്മൾ പ്രോഗ്രസ് ചെയ്യും, നമുക്ക് സ്വസ്ഥതയുണ്ടാകും. അതാണ് മെയിനായിട്ട് കാര്യം. നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണമെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ അഭിനയിച്ച് കാണിച്ചത് കൊണ്ട് സ്വസ്ഥത കിട്ടില്ല. അവരെന്തെങ്കിലുമൊക്കെ തൽക്കാലത്തേക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സാധിക്കും എന്നല്ലാണ്ട് സ്വസ്ഥത എന്ന് പറഞ്ഞ സാധനം കിട്ടണമെങ്കിൽ അവനവൻ്റെ ഉള്ളിൽ നല്ലതായിരിക്കണം. ഉള്ളിലുള്ള നന്മയെ നല്ലതായിരിക്കണം മീൻസ് ഉള്ളിലുള്ള നന്മയെ നമ്മൾ തിരിച്ചറിയണം. എല്ലാവരുടെ ഉള്ളിലും ആ ഒരു നന്മയുണ്ട്, ആ നന്മയെ ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പിറകെ പോകുന്നത്. ആ ഉള്ളിലുള്ള നന്മയെ തിരിച്ചറിഞ്ഞ് വരുമ്പം അതുമായിട്ട് കൂടുതൽ അടുത്തടുത്ത് വരുമ്പോഴത്തേക്ക് ജീവിതത്തിൻ്റെ ആ ഒരു അത്ഭുതം നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ.